കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ പ്രഭാതത്തിൽ ഈ സന്ദേശവുമായി നിങ്ങളുടെ അടുക്കലേക്ക് വരുവാൻ ദൈവം ഇടവരുത്തിയതിനാണ് സ്തോത്രം. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു വലിയ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ ആശിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 48-ാമത് വാക്യം. അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ, ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. വളരെ അനുഗ്രഹീതമായ ഒരു ചിന്തയാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൽ ആശ്രയിച്ച് സ്തോത്രം മനസ്സിലാക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. ശ്രദ്ധിക്കുക, ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വിലയേറിയത് അല്ലെങ്കിൽ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് നമ്മുടെ രക്ഷിതാവ്, നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവാണ്, അല്ലേ? നമ്മൾ യേശു കർത്താവ് ഈ ലോകത്തിൽ വരാതിരുന്നുവെങ്കിൽ നമുക്കൊരിക്കലും ഈ രക്ഷ, നിത്യരക്ഷ, നിത്യമായ സന്തോഷം, സമാധാനം നമുക്ക് ലഭ്യമാകത്തില്ലായിരുന്നു. യേശു ഈ ലോകത്തിലേക്ക് വരേണ്ടതിന് സ്തോത്രം ഒരു ഉദരം കർത്താവിന് ആവശ്യമായിരുന്നു. ആ ഉദരമായിരുന്നു മറിയയുടെ ഉദരത്തെയാണ് ദൈവം അതിനുവേണ്ടി തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ഇടവന്നത്, അല്ലേ? നമുക്കറിയാം ആ വാക്ക്. മറിയയോട് ദൈവത്തിന്റെ ദൂതൻ വന്ന് ഈ ആലോചന കൈമാറുമ്പോൾ മറിയയ്ക്ക് അത് വിശ്വസിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞില്ല. മറിയ പറഞ്ഞു, ഞാൻ ഒരു പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞ് മറിയ ആ വിഷയത്തോട് ദൂതനോട് പ്രതികരിക്കുന്നതായിട്ട് നമ്മൾ വായിക്കപ്പെടുന്നു. എന്നാൽ അതിന് ഒരു താരതമ്യം പോലെ ഗബ്രിയേൽ ദൂതൻ പറഞ്ഞൊരു കാര്യം ഇതാണ്. സ്തോത്രം, മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് 6-ാം മാസം, ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞു. അത് ആരെക്കുറിച്ചാണ്? സക്കറിയാവിനെ പറ്റിയും എലിസബത്തിനെ പറ്റിയും പറഞ്ഞതാണ്. അവർക്കൊരു തലമുറയെ ദൈവം കൊടുത്തു. അങ്ങനെ സ്തോത്രം, ദൈവത്തിന്റെ ദൂത് ഏറ്റെടുത്ത മറിയ അടുത്തു പോകുന്നത് എലിസബത്തിന്റെ അടുക്കലേക്കാണ്, അല്ലെ? 1-ാം അധ്യായത്തിന്റെ 39 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്ന സമയത്ത് എലിസബത്തിന്റെ അടുക്കലേക്ക് പോകുന്ന മറിയ അവിടെ ചെല്ലുമ്പോൾ സ്തോത്രം വന്ദനസ്വരം കൊണ്ട് എലിസബത്തിന്റെ ഉള്ളിൽ കിടന്ന പിള്ള ആനന്ദം കൊണ്ട് തുള്ളിയെന്ന് ഈ ഭാഗത്തിൽ വായിക്കപ്പെടുന്നത്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് എലിസബത്ത് മറിയെക്കുറിച്ച് പറഞ്ഞൊരു വാചകമുണ്ട്. സ്തോത്രം, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എൻ്റെ കർത്താവിന്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്ന് ഉണ്ടായി. സ്തോത്രം, എൻ്റെ ചെവിയിൽ നിന്റെ വന്ദനസ്വരം എൻ്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എൻ്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി എന്നാണ് എലിസബത്ത് മറിയെ നോക്കി പറയുവാൻ തക്കവണ്ണം ഇടവന്നത്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് മറിയ ദൈവത്തിന് നന്ദി പറയുന്ന ഒരു ഭാഗമാണ് 46 മുതലുള്ള വാക്യങ്ങൾ. അപ്പോൾ മറിയ പറഞ്ഞു തുടങ്ങിയത് അതിന്റെ 48-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ, ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. മറിയ പറയുകയാണ്, വളരെ താഴ്ചയിലിരുന്ന എന്നെ സ്തോത്രം ദൈവം ഉയർത്തി. യേശു എന്ന ലോകരക്ഷിതാവിന് ജന്മം കൊടുപ്പാൻ എൻ്റെ ഉദരത്തെ അവിടെ നിന്ന് തിരഞ്ഞെടുത്തല്ലോ. ഞാൻ താഴ്ചയിലല്ലേ ഇരുന്ന്, എന്നെ സ്തോത്രം ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവമേ, ഇനിയുള്ള എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും എന്ന് പറയുന്നതായിട്ട് നമ്മൾ ഈ ഭാഗത്തെ വായിക്കുന്നുണ്ട്, അല്ലേ? എന്താ അതിൻ്റെ അർത്ഥം? എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ആരുടെയൊക്കെ ജീവിതം താഴ്ചയിലായിട്ടുണ്ടോ അവരുടെ എല്ലാ ജീവിതത്തെ ഉയർച്ചയിലേക്ക് കൊണ്ടുവന്നൊരു നാമമാണ് യേശുവിൻ്റെ നാമം. യേശുവിൻ്റെ നാമം എന്ന് പറഞ്ഞാൽ അവൻ ഉന്നത നാമമാണ്, ഉയർന്നിരിക്കുന്നവനാണ്, ശാശ്വതവാസി എന്ന ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ യേശു എന്ന നാമത്തെക്കുള്ള അതിനോട് തുല്യം പറയാൻ വേറൊരു നാമം ഇല്ല എന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടവരണം. അതാണ് ഇവിടെ പറയുന്നത്, എൻ്റെ താഴ്ചയെ അവിടെ നിന്ന് കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ, സ്തോത്രം, ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. അപ്പം വളരെ താഴ്ചയിലിരുന്ന മറിയെ ദൈവം അനുഗ്രഹിച്ചത് യേശു എന്ന ലോകരക്ഷിതാവിനെ അവളുടെ ഉദരത്തിൽ നൽകിക്കൊണ്ടായിരുന്നു, അല്ലെ? അവളുടെ താഴ്ച അവിടെ മുതൽ മാറുകയാണ്, അവളുടെ കണ്ണുനീര് മാറുകയാണ്, അവളുടെ വേദന മാറുകയാണ്. സ്തോത്രം, യേശു കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് 2000-ലധികം വർഷം കഴിയുമ്പോഴും ഇന്നും യേശുവിൻ്റെ അമ്മ മറിയെക്കുറിച്ച് ഞാനും നിങ്ങളും പ്രസംഗിക്കുന്നതിൻ്റെ കാര്യം സ്തോത്രം അന്ന് അവളെ അതിനുവേണ്ടി തിരഞ്ഞെടുത്തത് കൊണ്ടാണ്. കർത്താവിൻ്റെ മാതാവെന്ന് സ്തോത്രം എലിസബത്ത് പറയുമ്പോൾ അത് ഏറ്റുപറയാൻ കഴിയും, നമുക്കും പറയാൻ കഴിയും. മറിയ ആരാണ്? യേശു എന്ന ലോകരക്ഷിതാവിൻ്റെ സ്തോത്രം ഈ ലോകത്തിലുള്ള അമ്മയെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ദൈവം മറിയെ വളർത്തിയതിൻ്റെ കാര്യം എന്നതാണ്.
അവിടെ താഴ്ചയിൽ നിന്ന് അവനെ സ്തോത്രം ഉയർത്തുവാൻ തക്കവണ്ണം ഇടവന്ന്. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, താഴ്ചയിൽ നമ്മെ ഓർക്കുന്ന ഒരു കർത്താവുണ്ട്. നീ താഴ്ചയിലാണോ ഇരിക്കുന്നത്? നിന്റെ വീട്ടിൽ, നിന്റെ ജീവിതത്തിൽ, നിന്റെ ഹൃദയത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ ജോലിയിൽ, സ്തോത്രം എവിടെയാണോ നീ താഴ്ച അനുഭവിക്കുന്നത്, അവിടേക്ക് യേശു വന്നു കഴിഞ്ഞാൽ നിന്റെ താഴ്ച മാറി ദൈവം നിന്നെ ഉയർത്തുവാൻ തക്കവണ്ണം ഇടവരും. സ്വർഗം അതിനാണ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, സന്ദേശത്തിനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചിറകടിയിൽ മറയ്ക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അനേക വ്യക്തികൾ താഴ്ചയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം കർത്താവ് ഉയർത്തേണ്ടതിനായി പ്രാർത്ഥിക്കും. സ്വർഗം അവിടെ നിന്ന് അത്ഭുതങ്ങളെ ചെയ്താട്ട് മഹത്വം അങ്ങേക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.